നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർത്തയുടെ കൂട്ട പലതിനെ ചൊല്ലി വിചാരിച്ചും അല്ലേ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ വരുമ്പോൾ 10-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം മുതലൊന്ന് വായിച്ചു. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലുമെന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താ ആലോചിച്ച് നോക്കിയേ. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിപ്പില്ലേ? മനം കലങ്ങിയിരിപ്പില്ലേ? സ്തോത്രം. ഉണ്ട്. മനസ്സ് വിഷമിച്ചിരിക്കുന്ന വിഷയമില്ലേ? ഉണ്ട്. സ്തോത്രം. പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ? സ്തോത്രം. ആ കാര്യം അങ്ങനെ കിടക്കുന്നു, ഈ കാര്യം ഇങ്ങനെ കിടക്കുന്നു, അത് ശരിയായിട്ടില്ല, ഇനി ഇതെന്ന് ശരിയാകും. നമ്മുടെ മനസ്സിൽ പല കണക്കൂട്ടലുള്ള അല്ലേ? നോക്കിയേ, ചുരുക്കം എന്തായി? മനസ്സ് കലങ്ങിയിരിക്കുക. സ്തോത്രം. പക്ഷേ ആരുടെ സാന്നിധ്യമാ വീടിൻ്റെ അകത്തുള്ളത്? യേശുവിൻ്റെ സാന്നിധ്യമാ ഉള്ളത്. സ്തോത്രം. യേശുവിൻ്റെ സാന്നിധ്യമാണുള്ളത്. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഭവനത്തിൻ്റെ അകത്ത് പലതിനെ ചൊല്ലി വിലപിക്കേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. മനം കലങ്ങിയിരിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ അർത്ഥമെന്നാ? നീ അനുഭവിക്കുന്ന സാന്നിധ്യത്തെ നീ അവിശ്വസിക്കുക. എന്നാൽ ഇന്ന് പകൽ പറ, ആ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്, ആ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഞാൻ പലതിനെ ചൊല്ലി വിലപിക്കത്തില്ല, എൻ്റെ മനസ്സ് കലങ്ങത്തില്ല. കാരണം ആ സാന്നിധ്യം എനിക്ക് മതി, ആ സാന്നിധ്യം എനിക്ക് മതി. അവിടെ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിന്റെ പാദപീഠത്തിൽ അവൾ ഇരിക്കുക. സ്വന്തം ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നീ മുട്ടുമടക്കുമെങ്കിൽ ഞാൻ പറയട്ടെ, മിണ്ടാതിരിക്കുന്ന ദൈവമല്ല. നീ മുട്ടുമടക്കുന്ന നിമിഷം തന്നെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുകയാണെങ്കിലും മനം കലങ്ങിയിരിക്കുകയാണെങ്കിലും യേശുവിന്റെ സാന്നിധ്യം നിനക്ക് തരും. സാന്നിധ്യം തരിക മാത്രമല്ല, അവൻ നിന്നോട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പറ, യേശുവേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി, അങ്ങയുടെ ഒരു വാക്ക് എനിക്ക് മതി.